മണ്ണാർക്കാട് നായാടിക്കുന്ന് സ്മാർട്ട് അങ്കണവാടിയിലെ സാമഗ്രികൾ സാമൂഹിക വിരുദ്ധർ തകർത്തു. കുഴൽക്കിണറിന്റെ പൈപ്പുകളും ചെടിച്ചട്ടികളും നശിപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. മതിൽ ചാടിക്കടന്നെത്തിയ സംഘം പൈപ്പുകളും ചെടികളും നശിപ്പിക്കുകയായിരുന്നു. പഴയ ബെഞ്ചുകളും മേശയും മറിച്ചിട്ടു. സമീപത്ത് നിന്ന് ലഹരിക്ക് ഉപയോഗിച്ച പശയുടെ ട്യൂബുകളും കണ്ടെടുത്തു. അങ്കണവാടിയുടെ സമീപത്ത് മദ്യക്കുപ്പികളുടെ കൂമ്പാരവുമുണ്ട്. പ്രദേശത്ത് ലഹരി സംഘങ്ങൾ ഒത്തുകൂടുന്നുണ്ടെന്നും ലഹരി വിൽപ്പന വരെ നടക്കുന്നുണ്ടെന്നും കൗൺസിലർ മൻസൂർ പറഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ നായാടിക്കുന്ന് അങ്കണവാടി സ്മാർട്ടാക്കിയത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആളുകളെല്ലാം ഇതിനെ വരവേറ്റു. വലിയ ആഘോഷത്തോടു കൂടിയാണ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഇവിടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിർവഹിച്ചത്. പക്ഷേ ഇതിനു മുമ്പും ഇത് വരുന്നതിന് മുമ്പും ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമുണ്ട് എന്ന് പോലീസിനോടും എക്സൈസ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പലതവണ നമ്മൾ സൂചിപ്പിച്ചതാണ്. രാത്രിയായാൽ ഇവിടുത്തെ ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നായാടിക്കുന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്നും ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു കേന്ദ്രമായി ഈ വാട്ടർ ടാങ്കിന്റെ അടിയും അതുപോലെ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗം ഉരുട്ടുകൂടിയ സ്ഥലങ്ങളിൽ ഇവർ വിൽപ്പന പോലും നടത്തുന്ന ഒരു സമീപനം കുറച്ചു കാലങ്ങളായി നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ അങ്കണവാടിയിൽ കുഴൽക്കിണറും അതുപോലെ ഇവിടുത്തെ സാധനങ്ങളെല്ലാം ചെടിച്ചട്ടികളും ടേബിളെല്ലാം അടിച്ച് പൊട്ടിക്കുന്ന ഒരു നിങ്ങൾ നേരിൽ കണ്ടതാണ്. അപ്പൊ എന്തായാലും ശരി, മണ്ണാർക്കാട് നഗരസഭയുടെ സെക്രട്ടറിക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസുമായി നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. എക്സൈസിന് നമ്മൾ പരാതി ഇന്ന് കൊടുക്കും. രാവിലെ ഇന്ന് ടീച്ചർ അംഗനവാടിയിലേക്ക് വന്നപ്പോൾ കണ്ട സംഭവങ്ങളാണ് ഇത്. ഇതിന് കർശനമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഒരു വാർഡ് കൗൺസിലർ എന്നുള്ള നിലക്ക് പറഞ്ഞിട്ടുള്ളത്, ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ വിവരം അറിഞ്ഞ ശേഷം നഗരസഭയുടെ സെക്രട്ടറിയെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇപ്പൊ തന്നെ അവിടെ എത്താം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മളിതെല്ലാം പരിശോധന നടത്തിയത്. എന്തായാലും ഇതിലേക്ക് വേണ്ട വിധത്തിലുള്ള ക്യാമറകൾ ഉൾപ്പെടെ അതുപോലെ ലൈറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ നടപ്പിലാക്കണമെന്ന് പല കൗൺസിലിലും ഞാൻ ഈ ക്യാമറയുടെ കാര്യം ഞാൻ പല തവണ പറഞ്ഞിട്ട് പോലും അതിനൊരു മറുപടി കൃത്യമായ രൂപം നമുക്ക് കിട്ടിയിട്ടില്ല. പറഞ്ഞത് വലിയൊരു പ്രൊജക്ട് വെച്ചിട്ടുണ്ട്, അതിന്റെ ഭാഗമായി അംഗനവാടിയിൽ ക്യാമറ വരുമെന്നാണ്. എന്തായാലും അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന വിധത്തിൽ ഇതിൽ ക്യാമറ സ്ഥാപിക്കാമെന്ന് നമ്മളെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഇപ്പോ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരം അക്രമം നടത്തുന്ന ആളുകളെ നാട് ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇതിന് കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നഗരസഭ നേരിട്ട് പോലീസിൽ പരാതി നൽകുമെന്നും രാത്രി പട്രോളിംഗ് നടത്താൻ ആവശ്യപ്പെടുമെന്നും സ്ഥലം സന്ദർശിച്ച മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ പറഞ്ഞു. എന്തായാലും ഈ ഏരിയയിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം കൂടുതലാണെന്നുള്ളത് പരാതി നേരത്തെ തന്നെ കൗൺസിലർ തന്നിട്ടുണ്ട്. കൗൺസിൽ ഉന്നയിച്ച പ്രശ്നമാണിത്. അപ്പോൾ എന്തായാലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പട്രോളിംഗ് ശക്തമാക്കാനാണ് തീരുമാനിക്കുന്നത്. എല്ലാ ചെടികളും എൻ്റെ അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടികൾ നട്ടതാണ്. അത് വെച്ച വഴിക്ക് എല്ലാതും ഓരോ കുട്ടികളും ഒരു കുട്ടിക്ക് ഒരു ചട്ടി എന്നുള്ള നിലയ്ക്കാണ് വെച്ചിട്ടുള്ളത്. അതിലെല്ലാം ചെടികളും വളർന്ന് പൂവും കായും ഒക്കെ ഉണ്ടായതാണ്. പക്ഷെ ഇപ്പൊ ഒരു ചെടിയും കാണുന്നില്ല.